Welcome to all. I am Satish Kumar, workshop instructor, KCB, meter reader, sub-engineer, overseer തുടങ്ങി ഉള്ള എല്ലാ ടെസ്റ്റുകൾക്കും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. വീഡിയോ പാർട്ട് 3 നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൾട്ടർനേറ്റേഴ്സ് ആർ റേറ്റഡ് ഇൻ ഡാഷ്. നമ്മൾ വേറൊരു വീഡിയോയില് ട്രാൻസ്ഫോമറിന്റെ റേറ്റഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിനു മുമ്പ് വേറൊരു വീഡിയോയില് ഇൻവെർട്ടേഴ്സ് റേറ്റഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഈ ഓൾട്ടർനേറ്റേഴ്സും ഇൻവെർട്ടേഴ്സും ട്രാൻസ്ഫോമറും എല്ലാം റേറ്റഡ് ചെയ്യുന്നതിന്റെ നമ്മളിവിടെ കൊടുക്കുന്ന ഓപ്ഷൻസ് ഏതാണ്ട് സെയിം ആയിരുന്നു. KVA, KW, HP, KVA. അപ്പോ ആൻസർ എന്ന് പറയുന്നത് KVA ആണ്. കാരണം ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഈ ഔട്ട്പുട്ട് തരുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് KW പറയാൻ പറ്റത്തില്ല. കാരണം ഇതിലേക്ക് ലോഡാണ് കണക്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ലോഡ് കണ്ടു ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്യുന്ന ലോഡിന്റെ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഇതിന്റെ കപ്പാസിറ്റി പറയേണ്ടത്. കൊടുക്കുന്ന എല്ലാ ലോഡുകളും 1 ആണ് പവർ ഫാക്ടർ എന്നുണ്ടെങ്കിൽ നമുക്ക് KW തന്നെ പറയാം. പക്ഷെ ഇവിടെ നമുക്ക് അത് പറയാൻ പറ്റത്തില്ലല്ലോ. കൊടുക്കുന്നത് ഏത് ലോഡാണോ അതിനനുസരിച്ച് പവർ ഫാക്ടർ കൂടിയും ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും, അല്ല നമുക്ക് KVA പറയാനേ പറ്റുള്ളൂ. പിന്നെ HP എന്ന് പറയുന്ന മോട്ടോറുകൾക്ക് മാത്രം പറയുന്നതാണ്. മോട്ടോറുകൾക്കും എഞ്ചിനുകൾക്കും ഒക്കെ പറയുന്നതാണ്. പിന്നെ KVA എന്നുള്ള കപ്പാസിറ്റൻസിന്റേതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഈസ് KVA. 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The disadvantages of a shaded pole motor is dash. അപ്പോൾ നമ്മളിത് ഒരു ഷേഡഡ് പോൾ മോട്ടോർ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മുമ്പ് ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു സ്മാൾ പർപ്പസ് ആണെന്നൊക്കെ അല്ലേ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക്, വെരി ലിറ്റിൽ ഓവർലോഡ് കപ്പാസിറ്റി, ലോ എഫിഷ്യൻസി, ഓൾ ഓഫ് ദ എബവ്. അപ്പൊ നമ്മൾ ഈ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഷെയർ പോൾ എന്ന് പറയുന്ന മുമ്പുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഈ മോട്ടോഴ്സ് ഉപയോഗിക്കുന്ന ക്ലോക്ക്, ചെറിയ ടോയ്സ് അതിനൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം മോട്ടോറുകളെ എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാം? സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ്, വെരി ലിറ്റിൽ ഓവർലോഡ് കപ്പാസിറ്റിയാണ്, ലോ എഫിഷ്യൻസിയാണ്. അതുകൊണ്ട് തന്നെ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് എ ഷേഡഡ് പോൾ മോട്ടോർ ഈസ് ഡാഷ് എന്നുള്ളതിന് ഇവിടെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഓൾ ഓഫ് ദ എബവ് എന്നാണ്. ഓക്കെ, 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സ്പ്ലിറ്റ് റിംഗ് ഇൻ എ DC മെഷീൻ ഈസ് ഡാഷ്. അപ്പോ ഒരു DC മെഷീന്റെ സ്പ്ലിറ്റ് റിംഗിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. അയൺ, സിൽവർ, കോപ്പർ, അലുമിനിയം. അപ്പൊ ഇവിടെ ആൻസർ കോപ്പർ ആണ്. ഇവിടെ അയൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, ഹാർഡാണ്, റെസിസ്റ്റൻസ് ഹൈ ആണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡ്രോപ്പ് ഉണ്ടാവും. സിൽവർ മെറ്റീരിയൽ അത്ര ഭയങ്കര ഹാർഡൊന്നും അല്ല എങ്കിൽ പോലും പെട്ടെന്ന് തേഞ്ഞു പോകുന്നതും വില കൂടിയതുമായ സാധനങ്ങളുമാണ്. റെസിസ്റ്റൻസ് കുറവ് തന്നെയാണ്, പക്ഷെ നമുക്ക് അതവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്നത് കോപ്പറാണ്. കോപ്പർ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് നമുക്ക് ആപ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റേറ്റഡ് ആയിട്ടുള്ള വാല്യൂവും അതിനുള്ള സ്ട്രെങ്തും ഒക്കെ ഉള്ളതാണ്. പിന്നെ അലുമിനിയം സ്ട്രെങ്ത് കുറവാണ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഹൈ ആണ്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിനെ അത് ദോഷം ചെയ്യും. ഓക്കെ, 39ാമത്തെ ചോദ്യം. എ DC ജനറേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നുള്ള ഓപ്ഷൻ നോക്കാം. ഫ്ലമിംഗ് റൈറ്റ് ഹാൻഡ് റൂള്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ്, ലെൻസസ് ലോ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? ഫോർ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ഇൻഡ്യൂസസ് ആൻ EMF ഇൻ ദാറ്റ് കണ്ടക്ടർ എന്നാണ്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കണ്ടക്ടറിനെ ചേഞ്ച് ആകുമ്പോഴോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുമ്പോഴോ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിനകത്ത് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേസമയം ഫ്ലമിംഗ് റൈറ്റ് ഹാൻഡ് റൂളോ, ഈ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ച സാധനമാണ്. പിന്നെ അത് പറഞ്ഞിട്ട് വരുന്ന ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇൻ എനി ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ് എന്നാണ്. അതായത് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് എന്നാണ്. M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ Q.
അപ്പൊ അതുമല്ല. പിന്നെ ലെൻസസ് ലാ എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബിന്റെ സർക്യൂട്ട്, ഫ്ലൂറസെന്റ് ട്യൂബിന്റെ സർക്യൂട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കുന്ന സാധനമാണ്. ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോസ് ഇൻ എ ഡയറക്ഷൻ ദെൻ ദ കറണ്ട് ഓപ്പോസസ് ദ ചേഞ്ച് ദാറ്റ് ഇൻഡ്യൂസസ്. അതായത് നമ്മൾ സ്റ്റാർട്ടറിൽ ബ്രേക്ക് ഉണ്ടാക്കുമ്പോൾ ആ ചോക്ക് ഒരു ഓപ്പോസ് ചെയ്തൊരു ഫോഴ്സ് ഉണ്ടാക്കും, ഒരു അപ്രോക്സിമേറ്റ് 4 times ഓഫ് ദാറ്റ് വോൾട്ടേജ് ഉണ്ടാക്കും. അതിനെയാണ്. അപ്പൊ അതൊക്കെ ലെൻസസ് ലാ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോ 40ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സ്മോൾ DC മെഷീൻ ദ യോക്ക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ്. ഓപ്ഷൻസ് കാസ്റ്റ് അയൺ, ബ്രാസ്, അലൂമിനിയം, കോപ്പർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ ആണ്. ബ്രാസ് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കോപ്പർ അതിനകത്തിരിക്കുന്ന വൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാസ്റ്റ് അയൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 41ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ വർക്ക്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം? ഏത് ടൈപ്പ് DC ജനറേറ്റർ ആണ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇല്ലാത്തപ്പോഴും സപ്ലൈ വർക്ക് ചെയ്യുന്നതാണ്? അപ്പൊ ഓപ്ഷൻസ് സീരീസ് ജനറേറ്റർ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ ആണ്. ഇപ്പൊ കോമ്പൗണ്ട് ജനറേറ്റർ ആയാലും ഷണ്ട് ജനറേറ്റർ ആയാലും അത് സെൽഫ് എക്സൈറ്റഡ് ആണെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പൊ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണെങ്കിൽ മാത്രമേ ഇതിന്റെ ആബ്സെൻസ് റെസിഡ്യൂവൽ മാഗ്നറ്റിസം ഇല്ലെങ്കിലും വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അതൊരു സീരീസ് ജനറേറ്റർ ആയാലും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആണ് ശരിക്കുള്ള ആൻസർ. അപ്പോ 42ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫ്ലക്സ് ഇൻ എ ജനറേറ്റർ ഡിസ്റ്റോർട്ട് ഡ്യൂ ടു ദ ഡാഷ്. അതായത് ഒരു ജനറേറ്ററിനകത്തുള്ള മെയിൻ ഫ്ലക്സ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നത്, അല്ലെങ്കിൽ വീക്ക് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞത് റെസിസ്റ്റൻസ് ഇൻ ദ ലോഡ്, കറണ്ട് ഇൻ ദ കമ്മ്യൂട്ടേറ്റർ, ആർമേച്ചർ റിയാക്ഷൻ, കറണ്ട് ഇൻ ദ ഫീൽഡ് കോയിൽ. അപ്പോ ഒരു ഫ്ലക്സ് ഇല്ലാതാവണമെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ അതിന്റെ ആർമേച്ചർ റിയാക്ഷൻ ആണ്. അപ്പോ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർമേച്ചർ വൈൻഡിങ്ങില് ആ ഫ്ലക്സ് മൂലം, അല്ലെങ്കിൽ അതിനകത്തുള്ള ഫ്ലക്സ് ഉണ്ടാകും മൂലം ആ മെയിൻ ഫ്ലക്സിൽ ഒരു ഒപ്പോസിഷൻ ഉണ്ടാവുകയെങ്കിൽ ആ അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടാണ് ഒരു ജനറേറ്ററിനകത്തുള്ള ഫ്ലക്സ് ഡിസോഴ്സ് ആയി പോകുന്നത്. ഇനി ബാക്കി റെസിസ്റ്റൻസ് ഓഫ് ദ ലോഡ് അല്ല. ലോഡിനുള്ള റെസിസ്റ്റൻസ് ഇതിന്റെ യാതൊരു ബാധമില്ല. അത് കറണ്ട് കൂടുന്നതനുസരിച്ച് വളരെ ചെറിയൊരു വോൾട്ടേജ് ഡിഫറൻസേ ഉണ്ടാവുന്നുള്ളൂ. ഇനി കമ്മ്യൂട്ടേറ്ററിനകത്തുള്ള കറണ്ടും അല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഫീൽഡ് കോയിൽ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. കറണ്ടിന്റെ ഫീൽഡ് കോയിൽ എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജനറേറ്റർ ആണെങ്കിൽ ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ഫീൽഡ് കോയിലിന്റെ കറണ്ട് കുറഞ്ഞു വരത്തേ ഉള്ളൂ. ഭയങ്കര കുറവല്ല, എങ്കിലും ചെറിയ രീതിയിൽ കുറയത്തേ ഉള്ളൂ. അപ്പോ 43ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സിംഗിൾ ഫേസ് മോട്ടോർ ഹാസ് റിലേറ്റീവ് ഹൈ പവർ ഫാക്ടർ? ഏത് സിംഗിൾ ഫേസ് മോട്ടറിലെ ഏത് മോട്ടറിനാണ് നമുക്ക് റിലേറ്റീവ്ലി നോക്കുമ്പോൾ ഹൈ പവർ ഫാക്ടർ ഉള്ളതെന്നാണ്. ഓപ്ഷൻസ് ഷെയ്ഡഡ് പോൾ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ, റിപ്പൾഷൻ മോട്ടോർ, സിംഗിൾസ് മോട്ടോർ. അപ്പൊ ഇതില് ഷെയ്ഡഡ് പോൾ മോട്ടോർ നിങ്ങൾക്ക് അറിയാം, അതുപോലെ റിപ്പൾഷൻ മോട്ടോർ അറിയാം, സിംഗിൾസ് മോട്ടോർ അറിയാം. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഫേസ് മോട്ടോർ ആണ്. പിന്നെ യൂണിവേഴ്സൽ മോട്ടോറിന് ശരിക്കും പറഞ്ഞാൽ 0.9 അടുപ്പിച്ച് പവർ ഫാക്ടർ വരുന്നുണ്ട്. എങ്കിലും മോറോവർ നമുക്ക് സ്പ്ലിറ്റ് ഫേസ് സ്പ്ലിറ്റ് ഫേസ് മോട്ടറാണ്, അതായത് ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടറാണ് ശരിക്കും പറഞ്ഞാൽ പവർ ഫാക്ടർ മാക്സിമം നമുക്ക് ഇംപ്രൂവ് ചെയ്ത് തരുന്ന സാധനം. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ലിപ്പ് റിംഗ്സ് വിൽ ബി ദെയർ ഇൻ 3-phase റൊട്ടേറ്റിംഗ് ഫീൽഡ് ടൈപ്പ് ആൾട്ടർനേറ്റർ? ഒരു 3-phaseന്റെ ഇതിനകത്ത് ഫീൽഡ് റൊട്ടേറ്റിംഗ് ടൈപ്പ് ആണെങ്കിൽ എത്ര സ്ലിപ്പ് റിംഗ്സ് കാണും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തെറ്റിപ്പോയത് 3-phase ആണെന്ന് പറഞ്ഞാൽ ആരും 3 എഴുതരുത്. കാര്യം ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, റൊട്ടേറ്റിംഗ് ഫീൽഡ് ടൈപ്പ് ആണ്. അതുകൊണ്ട് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഇനി ഫീൽഡിന് പകരം ഫീൽഡ് സ്റ്റേഷനറി ആണെങ്കിൽ നമുക്ക് ഉത്തരം ധൈര്യമായിട്ട് 3 4 ഒക്കെ എഴുതാം. 3-phase ന്യൂട്രൽ ഉണ്ടെങ്കിൽ 4 ഇല്ലെങ്കിൽ 3 നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. അപ്പൊ ഇവിടെ ഫീൽഡ് റൊട്ടേറ്റിംഗ് ടൈപ്പ് ആണ്.
അതുകൊണ്ട് ആൻസർ ഈസ് 2 നമ്പർ. 45-ാമത്തതും ഈ വീഡിയോയുടെ അവസാനത്തെമായ ക്വസ്റ്റ്യൻ ആണ്. പവർ ഫാക്ടർ ഓഫ് ആൻ ആൾട്ടർനേറ്റർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഡാഷ്. ഒരു ഓൾട്ടർനേറ്ററിന്റെ പവർ ഫാക്ടർ എങ്ങനെ? ഇതിന്റെ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്, എങ്ങനെയാണ് റേറ്റഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആൻസർ തന്നെയാണ് ഇവിടെ എനിക്ക് പറയേണ്ടത്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് സ്പീഡ്, എക്സൈറ്റേഷൻ, ലോഡ്, പ്രൈം മൂവർ. അപ്പൊ ഇവിടെ സ്പീഡുമായും നമ്മുടെ ഇതിന്റെ പവർ ഫാക്ടറുമായി യാതൊരു ബന്ധവുമില്ല. N = 120f/p എന്നുള്ള രീതിയിൽ അതങ്ങ് പോകത്തേ ഉള്ളൂ. അത് ഇതിനകത്ത് യാതൊന്നും വരുന്നില്ല. പിന്നെ വരുന്നത് എക്സൈറ്റേഷൻ ആണ്. എക്സൈറ്റേഷൻ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് ഒരിക്കലും നമ്മൾ പവർ ഫാക്ടർ കുറയത്തില്ല, ഉണ്ടാവുന്ന വോൾട്ടേജിന്റെ ഡിഫറൻസ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഉള്ളത് ലോഡ്. അപ്പൊ നമ്മുടെ ആൻസറുകൾ ശരിക്കും പറഞ്ഞാൽ ലോഡാണ്. അപ്പൊ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യമാണ്, ആ ലോഡിൽ ഉണ്ടാവുന്ന പവർ ഫാക്ടർ, നമ്മൾ കൊടുക്കുന്ന ലോഡ് പവർ ഫാക്ടർ കുറഞ്ഞാണെങ്കിൽ അത് കുറയും, പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ അത് കൂടും. അപ്പൊ അതുകൊണ്ട് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഉള്ളത് പ്രൈം മൂവർ. പ്രൈം മൂവർ ഇതിന് യാതൊരു ബന്ധവുമില്ല, പ്രൈം മൂവർ ഇതിനെ കറക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഈ വീഡിയോ പാർട്ട് 3 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത ഒരു വീഡിയോ എത്തും വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫസ്റ്റ് സ്ലോട്ടിൽ കാണുന്ന ഫോൺ നമ്പറുകളിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെയോ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്നത് വരെ താങ്ക് യു.